നിങ്ങൾ എത്രത്തോളം ലക്കിയാണെന്ന് നോക്കാം. ഇത് സ്റ്റിക്മാൻ റൈസ് പാർട്ട് 3. നിങ്ങളിപ്പോൾ കാണുന്ന 6 കളറുള്ള സ്റ്റിക്മാനിലായാലും ഒരു കളർ സ്റ്റിക്മാൻ നിങ്ങൾ ചൂസ് ചെയ്തോ. ആ സ്റ്റിക്മാൻ നിങ്ങൾക്ക് വേണ്ടി മത്സരിക്കും. പക്ഷേ ഈ ഗെയിമിൽ നിങ്ങൾക്ക് ഒരു ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം മാത്രമേ നിങ്ങളുടെ സ്റ്റിക്മാൻ്റെ കളർ മാറ്റി ചൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സ്റ്റിക്മാൻ തീർന്നു പോകുകയാണെങ്കിൽ ടോപ്പ് 3ക്ക് ശേഷം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റൂല. നിങ്ങൾ ചൂസ് ചെയ്ത കളർ ഇപ്പോൾ തന്നെ ഡബിൾ ടാപ്പ് ലൈക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ച് കമന്റ് ബോക്സിൽ പറഞ്ഞു വെച്ചോ. നോണ പറയാണ്ട് പറഞ്ഞു വെച്ചോ. ഞാൻ ഇപ്രാവശ്യം ചൂസ് ചെയ്യാൻ പോകുന്ന കഴിഞ്ഞ പ്രാവശ്യം ബ്ലൂ ചൂസ് ചെയ്ത് തോറ്റുപോയി. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം റെഡ് കളർ ചൂസ് ചെയ്യണം. നിങ്ങൾ ഒരു കളർ ചൂസ് ചെയ്ത് വെച്ചോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 3, 2, 1 സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് തന്നെ പിങ്ക് വേണമെങ്കിൽ നിങ്ങൾ പിങ്ക് വേണമെങ്കിൽ മാറ്റിക്കോളൂ. ഒരു കളർ ഒരൊറ്റ ചാൻസ് മാത്രമേ ഉള്ളൂ. മാറ്റിക്കോളാം. ഇപ്പോൾ ബ്രൗൺ ഫസ്റ്റ് പോയിക്കൊണ്ടിരിക്കണു. പർപ്പിൾ പിന്നാലെ ഉണ്ട്. ഓക്കെ ഇപ്പോൾ മാറി. റെഡ് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഞാൻ ഫ്രണ്ടിൽ പോകുന്നുണ്ട് റെഡ് കളർ ചൂസ് ചെയ്തതുകൊണ്ട് തന്നെ. ഓക്കെ സൂപ്പർ, ഗുഡ് ഗുഡ് ഗുഡ്. നല്ല പോലെ. ബ്രൗൺ തീർന്നു. നിങ്ങൾക്കിപ്പോൾ ഒരു മാറ്റാനുള്ള ചാൻസ് ഉണ്ട്. മാറ്റാണെങ്കിൽ മാറ്റിക്കോളൂ, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ ഒന്ന് സർവൈവ് ചെയ്തു. പർപ്പിളും തീർന്നു. നിങ്ങൾക്കിപ്പോൾ ചാൻസ് ഇല്ല, കാരണം നിങ്ങൾ ടോപ്പ് 3ൽ എത്തിയിരിക്കുന്നു. ഓക്കെ പർപ്പിൾ ചാൻസ് ഉണ്ട്, ഇത് കഴിഞ്ഞ ചാൻസ് ഇല്ലാത്തുള്ളൂ. ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കളർ ചൂസ് ചെയ്യാം. നിങ്ങളിപ്പോൾ ടോപ്പ് 3ലുണ്ട്. ഓക്കെ ഗ്രീൻ കളർ തീർന്നു. ഇനി നിങ്ങൾക്ക് കളർ ചൂസ് മാറ്റാൻ പറ്റില്ല, നിങ്ങളുടെ ചാൻസ് കഴിഞ്ഞു. ഞാനിപ്പോൾ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റെഡും ബ്ലൂ ആണ് കളിച്ചുകൊണ്ടിരിക്കണേ. ഇറ്റ്സ് ഗുഡ് ഗുഡ് ഗുഡ്. പക്ഷേ എനിക്കിനി കളർ മാറ്റാൻ പറ്റില്ല. ഓക്കെ ബ്ലൂ ബ്ലൂ. ഓക്കെ 2 കയർ വന്നു. 2 ബ്ലൂ തോറ്റു. ഞാൻ ജയിച്ചു. റെഡ് കളറാണ് ചൂസ് ചെയ്തത്. ഞാൻ ജയിച്ചു. ഇപ്രാവശ്യം ബ്ലൂ വയസ്സ് നന്നായി പോയി. നിങ്ങൾ ജയിച്ചതായിട്ടൊന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ട് പോകും.